കടലിൽ പിറന്ന ഇന്ത്യയുടെ അഭിമാനം കൊച്ചിൻ ഷിപ്പ്യാർഡ്. കേരളത്തിൻ്റെ നെഞ്ചിൽ അറബിക്കടലിൻ്റെ തീരത്ത് ഇന്ത്യയുടെ കടൽ ശക്തി രൂപം കൊണ്ട ഒരു സ്ഥലമുണ്ട്. ഒരു തുറമുഖം മാത്രമല്ല, ഒരു ഫാക്ടറി മാത്രമല്ല, ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ ജനിക്കുന്ന ഇടം. ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഔദ്യോഗിക ചരിത്രം മാത്രമല്ല, ഒരു കഥയാണ്. ഒരു ചെറിയ ഫിഷിംഗ് ഹാർബറിൽ നിന്ന് വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സ്വപ്നകഥ. കടലിലേക്ക് ഒരു യാത്ര തുടങ്ങാം. കടൽ ആദ്യം ഉണ്ടായിരുന്നു. കടൽ ഇല്ലാത്ത കൊച്ചിയെ ചിന്തിക്കാനാകുമോ? പണ്ട് കാലം മുതൽ കപ്പലുകൾ വന്നിറങ്ങിയ തീരം. വ്യാപാരികൾ, അറബികൾ, ചൈനക്കാർ, യൂറോപ്യന്മാർ. പക്ഷേ ഒരിക്കൽ പോലും ഇവിടെ കപ്പൽ നിർമ്മിച്ചിട്ടില്ല. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഒരു വലിയ ചോദ്യം ഉയർന്നു: നമ്മുടെ കപ്പലുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കില്ലേ? സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ. 1947 കഴിഞ്ഞ് ഇന്ത്യക്ക് കടൽ ശക്തി വേണം. ബ്രിട്ടീഷുകാർ പോയി, പക്ഷേ അവരുടെ കപ്പലുകൾ പോയി. പുതിയ രാജ്യം, പുതിയ ഭീഷണികൾ, പുതിയ യുദ്ധങ്ങൾ. നാവിക കപ്പലുകൾ വേണം, വലിയ കപ്പലുകൾ വേണം. അവയെ വിദേശത്ത് നിന്ന് വാങ്ങണോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണോ? എന്തുകൊണ്ട് കൊച്ചി? സർക്കാർ ഇന്ത്യ മുഴുവൻ പരിശോധിച്ചു: ബോംബെ, വിശാഖപട്ടണം, കൊൽക്കത്ത. പക്ഷേ കൊച്ചിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പ്രകൃതിദത്ത ഡീപ്പ് വാട്ടർ ഹാർബർ, ചുഴലിക്കാറ്റുകൾ കുറവ്, അറബിക്കടലിനോട് നേരിട്ട് ബന്ധം, ശാന്തമായ കടൽ. അങ്ങനെയാണ് കൊച്ചി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു സ്വപ്നത്തിൻ്റെ നിർമ്മാണം. 1972 കാടുകളും ചതുപ്പുകളും നിറഞ്ഞ ഒരു സ്ഥലം. ഇന്നത്തെ ഷിപ്പ്യാർഡ് അവിടെ ഇല്ല. പാലം ഇല്ല, റോഡ് ഇല്ല, ഫാക്ടറികൾ ഇല്ല. പക്ഷേ ഒരു വലിയ സ്വപ്നം മാത്രം മനസ്സിൽ. ഇവിടെ നിന്ന് ഇന്ത്യയുടെ കപ്പലുകൾ കടലിലിറങ്ങും, ഉറപ്പ്. ആദ്യ കപ്പലുകൾ. ആദ്യകാലത്ത് വലിയ യുദ്ധക്കപ്പലുകൾ അല്ല, ചെറിയ കാർഗോ ഷിപ്സ്, ഓയിൽ ടാങ്കേഴ്സ്, റിപ്പയർ വർക്ക്സ്. പിഴവുകൾ, അപകടങ്ങൾ, പഠനങ്ങൾ. ഓരോ കപ്പലും ഒരു പാഠമായിരുന്നു. ഇന്ത്യൻ നാവികസേനയും കൊച്ചിയും. ഇന്ത്യൻ നാവിക് കൊച്ചി ഷിപ്പ്യാർഡ് ഒരു വിശ്വാസമായി. INS കപ്പലുകൾ, സബ്മറൈൻ റിപ്പയർ, ലൈഫ് എക്സ്പാൻഷൻ പ്രൊജക്ട്സ്. കടലിൽ തളർന്ന കപ്പലുകൾ കൊച്ചിയിൽ എത്തി, പുതുജീവൻ തേടി. ലോകം ശ്രദ്ധിച്ച നിമിഷം. അന്താരാഷ്ട്ര കപ്പലുകൾ കൊച്ചിയിലേക്ക് വരാൻ തുടങ്ങി. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ഏഷ്യ. റിപ്പയർ ടൈം കുറവ്, കോസ്റ്റ് കുറവ്, ക്വാളിറ്റി വേൾഡ് ക്ലാസ്. കൊച്ചി ലോകത്തിൻ്റെ മാപ്പിൽ എത്തി, അറിയപ്പെട്ടു. INS വിക്രാന്ത്. ഇതൊരു ചരിത്ര നിമിഷമായിരുന്നു. ഇന്ത്യ ആദ്യമായി സ്വതന്ത്രമായി നിർമ്മിച്ച എയർക്രാഫ്റ്റ് കരിയർ INS വിക്രാന്ത്. ഇത് ഒരു കപ്പൽ അല്ല, ഒരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസമാണ്. കടലിൽ ഇറങ്ങിയ ദിവസം കൊച്ചി ശ്വാസം പിടിച്ചു നിന്നു. അവസാന വാക്കുകൾ. കൊച്ചി ഷിപ്പ്യാർഡ് ഒരു ഫാക്ടറി അല്ല, അത് സ്വപ്നത്തിൻ്റെ തീരമാണ്. കടൽ ഇന്നും അവിടെ ഉണ്ട്, കപ്പലുകൾ ഇന്നും ജനിക്കുന്നു. പക്ഷേ ഇന്ന് അവയ്ക്കൊപ്പം ഒരു രാജ്യം മുഴുവൻ നിൽക്കുന്നു. കടലിലേക്ക് ഇറങ്ങുന്ന ഓരോ കപ്പലിലും കൊച്ചിയുടെ ഹൃദയം ഉണ്ടാകും, കൊച്ചിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും.